ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പൊട്ടറ്റോയും ചീസും ഒക്കെ സ്റ്റഫ് ചെയ്ത് ഒരു പൊട്ടറ്റോ ചീസ് പൊറാട്ട റെഡിയാക്കാം. ഇത് ആലു പൊറാട്ട, ആലു ചീസ് പൊറാട്ട എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതിൻ്റെ സ്റ്റഫിങ് നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ പുഴുങ്ങിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, സവോള, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ കുറച്ച് സ്പൈസസും ചീസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും, നമ്മുടെ അയമോദകം ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അജ്വായിൻ അല്ലെങ്കിൽ അയമോദകം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചെടുത്ത ഈ മാവിലേക്ക് 2 ടീസ്പൂണോളം കടലമാവും 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. ആ നേരത്ത് നമുക്ക് സ്റ്റഫിങ് റെഡിയാക്കാം. ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഒന്നുകിൽ മാഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. ചെറിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങിൻ്റെ അകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 1/2 സവോള ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 4 പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും ഒരു പിടി മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചീസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി പൊടികളിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, കൊറിയാൻഡർ പൗഡർ 1/4 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, ഡ്രൈ മാംഗോ പൗഡർ ഒരു 1/4 ടീസ്പൂൺ. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊന്നുമില്ലാതെ ഈ ചീസും പൊട്ടറ്റോയും ചില്ലിയും ഒണിയനും തന്നെ ഇട്ട് വേണമെങ്കിലും ഇതിൻ്റെ സ്റ്റഫിങ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പം ഉപ്പ് ചേർത്തായിരുന്നു. ഗോതമ്പ് പൊടിക്കകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഇതുപോലെ നല്ല റോളാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ മിക്സ് ചെയ്യുമ്പം അത് ലൂസാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ചേർത്ത് അതിൻ്റെ മിക്സ് ഒന്ന് പരുവപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചപ്പാത്തി പരത്താനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ചപ്പാത്തിയേക്കാളും ഒരു ഡബിൾ സൈസ് എമൗണ്ട് എടുത്തിട്ട് ഇതുപോലെ നടുഭാഗത്ത് കുറച്ച് കട്ടി കൂടിയും സൈഡിൽ കട്ടി കുറച്ചും ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. സ്റ്റഫിങ് നമ്മൾ എടുത്തേക്കുന്ന മാവിൻ്റെ സെയിം എമൗണ്ടോ അല്ലെ അതിൽ കൂടുതലോ വെച്ച് കൊടുത്താൽ നമുക്ക് ടേസ്റ്റിൽ കിട്ടും. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ സൈഡുകളിൽ സ്റ്റിക്ക് ആകാതിരിക്കാനായിട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി പരത്തി അതിൻ്റെ മേളിൽ സ്റ്റഫിങ് വെച്ചിട്ട് വേറൊരു ചപ്പാത്തിയും കൊണ്ട് കവർ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ മോമോസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡിൽ വരുമ്പം ഇൻ കേസ് കട്ടി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് മുറിച്ച് മാറ്റാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇത് ഇനി നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം റോളർ വെച്ച് ജെൻ്റ്ലി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി കട്ടിയോടുകൂടി റോൾ ചെയ്താൽ ഇതിൻ്റെ സ്റ്റഫിങ് വെളി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജെൻ്റ്ലി ഇത് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പൊറാട്ട ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. നമുക്കത് തിരിച്ചു മറിച്ച് വിട്ട് ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ഇതുപോലെ മേളിൽ വന്നു കഴിയുമ്പോൾ ഇതിനാവശ്യത്തിന് നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ച് വിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ. അങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ഉരുളക്കിഴങ്ങും ചീസും ഒക്കെ ഇട്ട് ടേസ്റ്റി ആയിട്ടൊരു പൊറാട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് സാധാരണ ഒരുപാട് ഗ്രേവിയുള്ള കറികളൊന്നും വേണമെന്നില്ല. അച്ചാർ അല്ലെങ്കിൽ ഞാനൊരു കുക്കുംബർ റൈത്തയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതും ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.